ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ പ്ലസിൽ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു എളുപ്പ മാർഗ്ഗമാണ് ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സ്പ്രെഡ്ഷീറ്റിൽ നിന്നും പേസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സമ്പൂർണ്ണ പ്ലസിൽ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇവിടെ നമ്മൾ കാണുന്നതിനായി കുട്ടികളുടെ പേര് വിവരങ്ങളും അവരുടെ മാർക്കും അടങ്ങിയിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ആവശ്യമാണ്. അങ്ങനെ സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ബ്രൗസറിലേക്ക് പ്രവേശിക്കാം. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിയമാണ് പേസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. ഫയർഫോക്സ് അത് ഉപയോഗിച്ചിട്ട് അത് കിട്ടുന്നില്ല. ക്രോം അല്ലെങ്കിൽ ക്രോമിയത്തിൽ നമുക്ക് സമ്പൂർണ്ണയിലേക്ക് പ്രവേശിക്കാം. സമ്പൂർണ്ണയിൽ ക്ലാസ് ടീച്ചറിൻ്റെ ലോഗിനിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം സമ്പൂർണ്ണ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മാർക്ക് എൻട്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ആനുവൽ എക്സാം, ക്ലാസ് ഡിവിഷൻ, സബ്ജക്റ്റ്, ഓർഡർ ബൈ നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഗോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സ്പ്രെഡ്ഷീറ്റിലേക്ക് പോകാം. സ്പ്രെഡ്ഷീറ്റിലെ മലയാളം ഫസ്റ്റ് എന്ന ഒരു ഗ്രേഡ് ടി ഗ്രേഡ് കാണുന്ന ആ കോളം കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ക്രോമിയത്തിലേക്ക് വരുന്നു. ഇവിടെ പേസ്റ്റ് എന്ന കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു പോപ്പപ്പ് വിൻഡോ ചോദിക്കുന്ന ക്ലിപ്പ് ബോർഡിലുള്ളത് പേസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളതാണ്. അത് നമുക്ക് അലോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ആ ഗ്രേഡുകൾ താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം CE ഗ്രേഡാണ് ചേർക്കേണ്ടത്. CE ഗ്രേഡിന് വീണ്ടും സ്പ്രെഡ്ഷീറ്റിലേക്ക് പോകാം. സ്പ്രെഡ്ഷീറ്റിൽ അങ്ങേയറ്റത്തൊരു കോളത്തിൽ A+ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇത്തരത്തിൽ കോപ്പി ചെയ്തതിന് ശേഷം നമുക്കവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ ടോട്ടൽ ഗ്രേഡും ഇത്തരത്തിൽ ആ കോളം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വിഷയത്തിൻ്റെയും വളരെ വേഗത്തിൽ നമുക്ക് ഈ മാർക്ക് എൻട്രി ചെയ്ത് സേവ് ചെയ്ത് ഒരു പ്രൊമോഷൻ വർക്ക് വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്.